വാർത്തകളിലേക്ക് വിശദമായി. ഗവർണർക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കി. 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശം നൽകാൻ ഉത്തരവ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. അജ്ഞ, സർക്കാരിന് അനുകൂലവും എന്നാൽ ഗവർണർക്ക് പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റിക്ക് തിരിച്ചടിയും ഉണ്ടാകുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള 4 അംഗങ്ങളുടെ നാമനിർദ്ദേശമാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഗവർണർ നൽകിയ 4 അംഗങ്ങളുടെ നാമനിർദ്ദേശമാണ് റദ്ദാക്കിയിരിക്കുന്നത്. 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശം നൽകാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് ഈ നടപടി. സർക്കാർ നോമിനേറ്റ് ചെയ്ത 2 പേരുടെ നിയമനം 3 പേരുടെ നിയമനം കോടതി ശരിവെക്കുകയും ചെയ്തു. സെനറ്റിലേക്കുള്ള സർക്കാരിന്റെ 3 നാമനിർദ്ദേശം ഹൈക്കോടതി ശരിവെച്ചിട്ടുണ്ട്. സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഷിജു ഖാൻ, മുൻ MLA ആർ രാജേഷ്, അതുപോലെ അഡ്വക്കേറ്റ് ജി മുരളീധരൻ എന്നിവരുടെ നാമനിർദ്ദേശത്തിനാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഇവരുടെ നിയമനം ചോദ്യം ചെയ്തിട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. അജ്ഞ, എന്തെല്ലാം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്തവരുടെ അംഗീകാരം റദ്ദാക്കിയിരിക്കുന്നത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിധിത്തോർപ്പിന്റെ വിശദാംശങ്ങൾ ലഭിക്കുന്നവയുള്ളൂ. നിലവിൽ ഗവർണർ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്ന 4 അംഗങ്ങളുടെ നാമനിർദ്ദേശം ഗവർണറുടെ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കി എന്ന് മാത്രമേ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശ പട്ടിക നൽകാനും ഉത്തരവുണ്ട്. സ്വാഭാവികമായും സർക്കാരിന് അനുകൂലവും എന്നാൽ യൂണിവേഴ്സിറ്റിക്ക് തിരിച്ചടിയുമാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അജ്ഞയിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല ചേരുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ? ഗവർണർക്ക് സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ കഴിയുന്നത് 17 പേരെയാണ്. ആ 17 പേരിൽ 4 പേരുടെ നോമിനേഷൻ അന്ന് തന്നെ ചട്ടവിരുദ്ധമായിട്ടാണ് ഗവർണർ നടത്തിയിരിക്കുന്നത് എന്ന് ഞങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ പ്രതിനിധികളെ അത് 4 കാറ്റഗറിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ കാറ്റഗറിയിൽ ഏറ്റവും നല്ല നൈപുണ്യം കാണിക്കുന്ന വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ അതിന് വിരുദ്ധമായി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെ തിരഞ്ഞെടുത്തതാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ കോടതി കേസിനും കാരണമായിട്ടുള്ളത്. തീർച്ചയായിട്ടും സർവകലാശാലകളിലെ ആർട്സിൽ നിന്നും സ്പോർട്സിൽ നിന്നും കൾച്ചറൽ ആക്ടിവിറ്റീസിൽ നിന്നും അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റിൽ നിന്നും ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ അവരിൽ നിന്ന് ഒരാളെ കണ്ടെത്തി സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ, അതിനാരെ നോമിനേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ചാൻസലർക്കുണ്ട്. പക്ഷേ ഒരു മാനദണ്ഡവും പാലിക്കാതെ ഇത്തരത്തിൽ നോമിനേറ്റ് ചെയ്യാൻ ചാൻസലർക്ക് അവകാശമില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അക്ഷരം പ്രതി ശരിയുമാണ്. എന്നാൽ മറ്റ് 13 പേരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട ഗവർണർ നിയമിച്ചതുമായി ബന്ധപ്പെട്ട ഒരു തർക്കവും അവശേഷിക്കുന്നില്ല. ഫലത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 17 പേരെയും കേരള യൂണിവേഴ്സിറ്റി 18 പേരെയും നിയമിച്ചതിൽ ഈ 4 വിദ്യാർത്ഥി പ്രതികളെ ചട്ടവിരുദ്ധമായിട്ടാണ് അദ്ദേഹം നിയമവിരുദ്ധമായിട്ടാണ് നിയമിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. അതിപ്പോ കോടതി ശരിവെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും സർക്കാർ നോമിനികളെ അംഗീകരിക്കുന്ന ഒരു തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സർക്കാരിന്റെ ഒരു തീരുമാനം ഈ വിഷയത്തിൽ ശരിയായിരുന്നു എന്ന് വേണ്ടേ നമുക്ക് അനുമാനിക്കാൻ? സർക്കാരിന്റെ പ്രതിനിധികളെ 6 പേരെ നിയമിക്കാനുള്ള അവകാശം സർക്കാരിനും ഗവർണറുടെ പ്രതിനിധികളെ നിയമിക്കാനുള്ള അവകാശം ഗവർണർക്കുമാണ്. എന്നാൽ സർക്കാരിന്റെ പ്രതിനിധികളെ നിയമിച്ചതിൽ ചട്ടവിരുദ്ധമായി ഒന്നും കണ്ടില്ല. ഗവർണർ ആദ്യം 4 പേർ ഒഴികെ ബാക്കിയുള്ളവരെ നിയമിച്ചതിൽ മാത്രമാണ് തർക്കമുണ്ടായിരുന്നത്. ആ തർക്കത്തിന്റെ കാര്യത്തിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും അന്ന് ഒരുപോലെ സമ്മതിച്ചതാണ്. നിയമരംഗത്തുള്ളവരും സമ്മതിച്ചതാണ്. തീർച്ചയായിട്ടും ആ 4 പേരെ മാറ്റി നിയമിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി ഗവർണർ നിയമിച്ച 14 പേരെയും അതുപോലെ തന്നെ സർക്കാർ നിയമിച്ചിട്ടുള്ള 6 പേരെയും അവരുടെ നിയമനം കോടതി ശരിയാണെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. ജ്യോതികുമാർ ചാമക്കാല, താങ്കൾ തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് ഷിജു ഖാൻ, അദ്ദേഹമാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഷിജു ഖാൻ, താങ്കളുടെ നിയമനത്തിന് അംഗീകാരം കോടതിയിൽ നിന്ന് ലഭിച്ച ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് ആ വിഷയത്തെ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും ഗവർണർക്ക് ഒരു തിരിച്ചടിയും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. ഗവർണർ നേരത്തെ മുതൽ തന്നെ SFI ഉൾപ്പെടെ ആരോപിക്കുന്ന ഒരു വിഷയമാണ്. ഗവർണർ യൂണിവേഴ്സിറ്റികളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം ആദ്യം മുതൽ തന്നെ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ? ഇവിടെ കേരളത്തിലെ സർവകലാശാലകളെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള
ഒരു വലിയ RSSന്റെ പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്തുമൊക്കെ ഈ ചാൻസലർമാരെ കൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നിയമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടും സർവകലാശാലയിലെ കീഴ്വഴക്കങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടും അയോഗ്യരെ ഈ സെനറ്റിലേക്ക് തിരികെ കയറ്റാൻ നടത്തിയിട്ടുള്ള നീക്കം. ആ നീക്കമാണ് വാസ്തവത്തിൽ ഇന്ന് വളരെ ശക്തമായി കോടതി വിധിയിലൂടെ വിമർശിക്കപ്പെട്ടിട്ടുള്ളത്, അത് തുറന്നു കാട്ടപ്പെട്ടിട്ടുള്ളത്. സർവകലാശാലയുടെ കീഴ്വഴക്കങ്ങളും നിയമങ്ങളും മുഴുവൻ അട്ടിമറിച്ചുകൊണ്ടാണ് ചാൻസലർ ഇത്തരം നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നത് വളരെ ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്താനുള്ളത്. അതോടൊപ്പം സർവകലാശാല നിയമങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള നോമിനേഷനെ എതിർക്കുന്നതിന് വേണ്ടി ചില പ്രത്യേക രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർമാരായിട്ടുള്ള ഞങ്ങൾ 3 പേർക്കും എതിരായിട്ട് പോയിട്ടുള്ള ഹർജികളും തള്ളിയിരിക്കുകയാണ്. അപ്പോ ഇക്കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റും അതോടൊപ്പം സർവകലാശാലയിലെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങളും എക്കാലവും ഉന്നയിച്ചിട്ടുള്ള നിലപാടുകളാണ് ഇപ്പോ ശരിവെക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീ ഷിജു ഖാൻ, ഈ വിഷയത്തിൽ വലിയ സമരം SFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ആ സമരത്തിന് വലിയ തോതിലുള്ള എതിർപ്പുകളും മറുചേരിയിൽ നിന്നും മറ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ SFI നടത്തിയ സമരം ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു തീരുമാനം എന്ന് പറയാൻ സാധിക്കുമോ? ഒപ്പം തന്നെ ഈ ഗവർണർക്ക് ഇനി ചാൻസലർ പദവിയിൽ തുടരാൻ അധികാരമില്ല എന്നും എന്നും SFI ഇപ്പോൾ പറയുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതികരണം? അത് പൊതുവിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും, അക്കാഡമീഷ്യന്മാരും വിദ്യാഭ്യാസ പ്രവർത്തകരുമൊക്കെ ഈ ചാൻസലറുടെ നീക്കത്തിനെതിരായിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ വളരെ ശക്തമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. കേരളത്തിൽ വലിയ സമരങ്ങളും ഈ ചാൻസലറുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരായിട്ട് ഉയർന്നു വരികയുണ്ടായി. എന്ന് മാത്രമല്ല, വലിയ വിദ്യാർത്ഥി സമരങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയും ഉണ്ടായി. വാസ്തവത്തിൽ അന്ന് ഒക്കെ നടത്തിയിട്ടുള്ള വളരെ ശക്തമായ വിമർശനം നിയമവിരുദ്ധമായും കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടുമാണ് ചാൻസലർ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്. സർവകലാശാല നിയമത്തെ കാറ്റിൽ പറത്താൻ ചാൻസലർക്ക് അധികാരമില്ല. ആ അധികാരമില്ലാത്ത കാര്യത്തെയാണ് ഇപ്പോൾ വീണ്ടും വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹൈക്കോടതി വിധി ചാൻസലറുടെ ഏകാധിപത്യത്തിനേറ്റ കനത്ത പ്രഹരമാണ്. പിന്നെ അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കണോ വേണ്ടയോ എന്നതൊക്കെ അദ്ദേഹത്തിന് ഔചിത്യപൂർണമായി ആലോചിക്കാവുന്ന കാര്യമാണ്. കാരണം ചാൻസലർ എടുത്ത ഒരു തീരുമാനത്തെ കോടതി തെറ്റാണെന്ന് കണ്ട് ആ ചാൻസലറുടെ തീരുമാനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോ തീർച്ചയായിട്ടും ഓരോ സ്ഥാനത്തിരിക്കുന്നവർ അതിന് യോഗ്യരാണോ അല്ലയോ എന്ന് ആ സ്ഥാനത്തിരിക്കുന്നവർ തന്നെ ഒന്ന് ആലോചിക്കുന്നത് നന്നാവും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ വിഷയത്തിൽ SFI ഉന്നയിക്കുന്ന ഒരു ആരോപണം ഇനി ചാൻസലർ പദവിയിൽ ഇരിക്കാൻ ഗവർണർക്ക് യോഗ്യതയില്ല എന്നാണ്. അതിനോട് എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതികരണം? ഈ ഒരു വിഷയത്തിന്റെ പേരിൽ അദ്ദേഹം പുറത്തു പോകേണ്ടതുണ്ടോ? നോക്കൂ, ഇവിടെ ഷിജു ഖാൻ അർത്ഥസത്യങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, കേരള സർവകലാശാലയിൽ 17 നോമിനേഷൻ ഉള്ളതിൽ 13 എണ്ണവും കോടതി ശരിവെച്ചിരിക്കുന്നു, അഥവാ ഇവർ ചാലഞ്ച് ചെയ്തിട്ടില്ല. ഇവർ വളരെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ 17 പേരിൽ BJP അനുകൂല സംഘടനയിൽപ്പെട്ടവരും BJPയുടെ നേതാക്കന്മാരുമാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടുള്ളത് എന്നാണ്. ഇവർ എന്നാൽ കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുള്ളത് 4 പേരെ മാത്രമാണ്. എന്തുകൊണ്ടാണ് 4 പേരുടെ നോമിനേഷനെ സംബന്ധിച്ച് മാത്രം ഇവർ കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ബാക്കി 13 എണ്ണവും ഇവർ അംഗീകരിച്ചു എന്ന് സമ്മതിക്കുകയാണോ? ഒന്ന്. രണ്ടാമത്തേത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഇതുപോലെ തന്നെ 18 പേരെ അവിടെ നോമിനേറ്റ് ചെയ്തു. ആ 18 പേരെ നോമിനേറ്റ് ചെയ്തപ്പോഴും ഇവർ കോടതിയിൽ പോയിരുന്നു. കോടതിയെ തള്ളി. അപ്പോ ഇതിന്റെ പേരിൽ ഗവർണറെ മാറ്റുകയാണെങ്കിൽ ഇതിന്റെ പേരിൽ മന്ത്രിയും രാജിവെക്കേണ്ട ഒരു ഇത്തരത്തിൽ നിരവധി വിധികൾ മന്ത്രിക്കെതിരെയും വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ സർവകലാശാലയിലെ നേരത്തെ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ KTUവിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാരിന് തിരിച്ചടി കിട്ടിയ വിധികളല്ലേ ഉണ്ടായിട്ടുള്ളത്? അപ്പോഴൊക്കെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത്, നിയമം ഒരുപോലെ ബാധകമാണെങ്കിൽ രാജിവെക്കുന്നതിൽ അവർ 2 പേരും രാജിവെക്കണം, രാജിവെക്കുന്നതിൽ 2 പേരും രാജിവെക്കേണ്ടതില്ല. പക്ഷെ ഇവിടെ ഈ 4 പേരുടെ നിയമനത്തിൽ മാത്രമാണ് തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് SFIയും CPMന്റെ പ്രതിനിധിയായ ഷിജു ഖാൻ സമ്മതിക്കുകയാണെങ്കിൽ ബാക്കി 14 പേര് ശരിയാണ്, 13 പേരുടെ നിയമനം ശരിയാണെന്ന് കൂടി നിങ്ങൾ സമ്മതിക്കുകയാണോ എന്ന് കൂടി മറുപടി പറയണം.
വളരെയധികം നന്ദി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഷിജു ഖാൻ എന്നിവർക്ക്. ഒപ്പം ഇപ്പോൾ ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വീണ്ടും ചേരുകയാണ്. ആജ്ഞ, ഈ വിഷയത്തിൽ ഇനി യൂണിവേഴ്സിറ്റി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശം നൽകാനും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഏതായാലും സർക്കാർ നിലപാടുകൾക്ക് ഒരു അനുകൂലമായൊരു വിധി തൽക്കാലത്തേക്കെങ്കിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ. ഏതായാലും ഗവർണർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ വിഷയത്തിൽ കാണുന്നത്. ഈ വിഷയത്തിൽ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർ മാറണം എന്നൊരു ആവശ്യവുമായി SFI വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്.